നമസ്കാരം. ചേർത്തല തിരുവനന്തപുരം കുറ്റിപ്പുറം വളപട്ടണം പാതകൾ എന്ത് പാതകം ചെയ്തിട്ടാണ് ഇങ്ങനെ അനാഥമായി കിടക്കുന്നത്? പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പൊതുതത്വമൊക്കെ പറഞ്ഞെങ്കിലും കോടതിയിൽ പറയേണ്ടത് പറഞ്ഞില്ല. പാതയുടെ പദവി പോയിട്ടില്ല. കേന്ദ്രം കേരളത്തെ കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് പൂട്ടിപ്പോയ ബാറുകാർ വന്ന് മുട്ടേണ്ട, മുട്ടിയാലും തുറക്കപ്പെടില്ല. PWD കക്ഷിയായ കേസിൽ നിലപാട് വ്യക്തമാക്കേണ്ട പൊതുമരാമത്ത് മന്ത്രിയാണ് ഇക്കാര്യമൊന്നും പറയാതെ പൊതുതത്വവും പറഞ്ഞ് നടക്കുന്നത്. സുപ്രീം കോടതി അങ്ങനെ പറയുന്നു, ഹൈക്കോടതി ഇങ്ങനെ പറയുന്നു, പറഞ്ഞതിലെല്ലാം പൊരുത്തക്കേട്. അതുകൊണ്ട് കോടതികൾ തന്നെ കേടുതീർക്കണം എന്നാണ് സുധാകരന്റെ കുറ്റപ്പെടുത്തൽ. കോടതിയോട് മെക്കിട്ട് കയറുന്നതിന് പകരം അപ്പീൽ പോകുന്നതിനെപ്പറ്റി അക്ഷരം പറഞ്ഞില്ല. അവനവൻ ചെയ്യേണ്ടത് ചെയ്യാതെ തത്വം പറയുന്ന പണി നിർത്തണം പൊതുമരാമത്ത് മന്ത്രി. ഇടക്കാല ചുമതലയായാണ് എക്സൈസ് വകുപ്പ് നൽകിയത്. അതിന്റെ നിഴലിൽ നിന്ന് ഇനിയെങ്കിലും മാറി നിൽക്കണം. സ്വന്തം വകുപ്പിന്റെ നിലപാടുകളാകണം നീതിപീഠത്തിന് മുന്നിൽ നിരത്തേണ്ടത്. അല്ലാതെ അവനവന്റെ വകുപ്പിന്റെ തന്നെ വഴിമുടക്കിയാകരുത്. എക്സൈസ് മന്ത്രിയാകട്ടെ കോടതി തന്നെ ശരണം എന്ന വാദക്കാരനാണ്. കോടതി തുറക്കാൻ പറഞ്ഞു, ഞങ്ങൾ തുറക്കുന്നു. അനുസരണശീലം എക്സൈസ് മന്ത്രിയിൽ നിന്ന് ശീലിക്കണം. മന്ത്രി പ്രമുഖന്മാരുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി താമരശ്ശേരി ബിഷപ്പ് തുറന്നടിച്ചു. ദേശീയപാത ദേശീയപാതയല്ലെന്ന് പറയാൻ കോടതിക്ക് ലജ്ജയില്ലേ? നീതി തേടി ചെല്ലുന്നിടത്തിന്റെ തനിനിറം പുറത്തു വന്നെന്നും പണം നൽകിയാൽ എന്തുമാകാമെന്ന അവസ്ഥയാണ് ഇപ്പോഴെന്നും അതിരൂപതയുടെ ആശങ്ക അടിവരയിട്ടറിയിച്ചു. ബാറുകാരേക്കാൾ വീറോടെ കോടതി വിധി നടപ്പാക്കാൻ മന്ത്രി പ്രമുഖന്മാർ മത്സരിക്കുന്നത് എന്തിനെന്ന സംശയം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. ദേശീയപാതാ പദവി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന കാര്യം പൊതുമരാമത്ത് വകുപ്പ് കോടതിയിൽ പറയാഞ്ഞത് എന്തുകൊണ്ട്? 2. കോടതി വിധിയെതിരായിട്ടും അപ്പീൽ നൽകാൻ അറയ്ക്കുന്നതെന്തിന്? 3. കോടതിയെ കുറ്റം പറയുന്ന മന്ത്രി സുധാകരൻ സ്വന്തം വകുപ്പിന്റെ വീഴ്ച ഏറ്റെടുക്കേണ്ടേ? 4. കേന്ദ്ര വിജ്ഞാപനത്തിന്റെ മറവ് പിടിച്ച് പൂട്ടിയ ബാർ തുറക്കാനോ സർക്കാരിന് താൽപര്യം? 5. എല്ലാം തുറന്നുകൊടുക്കണമെന്ന AGയുടെ നിയമോപദേശം ബാർ മുതലാളിമാർക്കുള്ള സർക്കാരിന്റെ പിന്തുണയോ? 6. കേന്ദ്ര വിജ്ഞാപനത്തിന്റെ സാധുത പരിശോധിക്കാൻ കോടതി കേന്ദ്രത്തെ കക്ഷി ചേർക്കാഞ്ഞത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. പൊതുമരാമത്ത് വകുപ്പ് പൊതു താൽപര്യത്തിനെതിരോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് നേതാവും മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ VK ഇബ്രാഹിം കുഞ്ഞ് MLA, CPM സംസ്ഥാന സമിതി അംഗം K വരദരാജൻ, കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, സിറോ മലബാർ സഭയുടെ വക്താവ് ഫാദർ ജിമ്മി പൂച്ചക്കാട്ട്, ബാറുടമ V സുനിൽകുമാർ എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് ഒരിടവേള.